ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് വളരെ പോസിറ്റീവാണ്. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ S&P 500 അതുപോലെ തന്നെ നാസ്ഡാക്കൊക്കെ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ NVIDIA ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് നേടുന്ന കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. NVIDIA തന്നെയാണ് ഇന്നലെയും റാലി ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം റാലി ചെയ്തിരിക്കുകയാണ്. NVIDIAയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ $3 ട്രില്യൺ ആണ്. NVIDIA ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള 4.5% ബെറ്റർ ആയിട്ടാണ്. $1224.49 ഇന്നലെ ഹൈ വന്നിട്ടുള്ളത് NVIDIAയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ്. ഇന്ന് ആഫ്റ്റർ അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത് $1236 വീണ്ടും മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപ്പും വീണ്ടും $3 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിൽ 3 കമ്പനികളാണ് $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. ആദ്യം മൈക്രോസോഫ്റ്റ്, രണ്ടാമത് നിൽക്കുന്നത് ആപ്പിള്, അതുപോലെ തന്നെ NVIDIA. നെക്ക് ടു നെക്കാണ് രണ്ട് സ്റ്റോക്കുകളും. ഒരു പക്ഷേ ആപ്പിളിന് ഓവർടേക്ക് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. പൊതുവേ ടെക്നോളജി റാലിയാണ് അമേരിക്കയിൽ പ്രൈവറ്റ് ജോബ് റിപ്പോർട്ട് പുറത്തു വന്നത് ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ US ഫെഡ് സെപ്റ്റംബർ മുതൽ പലിശ നിരക്കിൽ കുറവ് വരുത്തുന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം റാലി ചെയ്തിട്ടുള്ളത്. നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റും ബെറ്റർ തന്നെയാണ്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ്. ഇന്നലെ മിനിഞ്ഞാന്നത്തെ വലിയ വൊളാറ്റിലിറ്റിക്ക് ശേഷം ഇന്നലെ മാർക്കറ്റ് കുറേയൊക്കെ റിക്കവർ ചെയ്തിരുന്നു. ഇന്നും ഒരു റിക്കവറി മോഡാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് നില മുന്നേറിയിരിക്കുകയാണ്. $2375.5 പെർ ഔൺസിനാണ് ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $2390 പെർ ഔൺസിലാണ്. അമേരിക്കയിൽ പലിശ നിരക്ക് കുറവ് വരുത്തുകയാണെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു കമോഡിറ്റി ഗോൾഡ് തന്നെയാണ്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലും ഗോൾഡ് മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. സിൽവർ, അതുപോലെ തന്നെ കോപ്പർ, മറ്റെല്ലാ കമോഡിറ്റികളും ഇന്ന് ബെറ്റർ ആയിട്ട് തന്നെയാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ പൊതുവെ നമ്മുടെ പൊളിറ്റിക്കൽ ഡ്രിവൻ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ NDA ഗവൺമെൻറ് 8-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് പറയുന്നത്. ചന്ദ്രബാബു നായിഡു, അതുപോലെ തന്നെ നിതീഷ് കുമാർ, ഇവരൊക്കെയാണ് കിങ് മേക്കേഴ്സ് ആയിട്ടുള്ളത്. മാർക്കറ്റിൽ പൊതുവെ ഒരു സംശയങ്ങളൊക്കെ ഉണ്ട്. എത്ര കാലം വളരെ സ്മൂത്തായിട്ട് കേന്ദ്രത്തിൽ ഭരണം മുന്നോട്ട് പോകുന്നുള്ള സംശയങ്ങളൊക്കെ മാർക്കറ്റിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇനീഷ്യൽ ലെവലിൽ വലിയ ഡിസ്റപ്ഷനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ മാർക്കറ്റിൽ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കണ്ട രീതിയിലുള്ളൊരു വൈബ്രൻസി ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ്. ഒപ്പം ഡിഫൻസ് അലോക്കേഷൻ സെക്ടറിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള മുന്നേറ്റമൊന്നും കാണാൻ ചാൻസസ് ഇല്ല. ഫർദർ ലോ വാല്യുവേഷനുള്ള സ്റ്റോക്കുകളിലായിരിക്കാം ഒരു ഏണിംഗ് പിക്കപ്സും ഉള്ള സ്റ്റോക്കുകളിലായിരിക്കാം ഒരു അപ്രീസിയേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതോടൊപ്പം തന്നെ ആരൊക്കെയാണ് ഡിഫൻസ്, റെയിൽവേസ്, ഫിനാൻസ് പോർട്ട്ഫോളിയോ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് വളരെ ക്രൂഷ്യലാണ്. ആ മന്ത്രിമാരുടെ കഴിവിനനുസരിച്ചായിരിക്കാം ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഈ വകുപ്പുകളൊക്കെ പെർഫോം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ കീൻലി നമുക്ക് അതും കൂടി വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഓവറോൾ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ ഏത് തരത്തിലുള്ള വൊളാറ്റിലിറ്റി വന്നാലും ഇമ്പാക്റ്റഡ് ആവാത്ത പല സ്റ്റോക്കുകളുണ്ട്. ഒപ്പം പുതിയ ഇലക്ഷന് ശേഷമുള്ള പുതിയ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഫേവറബിൾ ആവുന്ന സ്റ്റോക്കുകളൊക്കെയുണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു പക്ഷേ മുന്നേറ്റം കണ്ടാക്കാം. ഓവറോൾ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് തന്നെയാണ്. കേന്ദ്രം കണ്ടിന്യൂസ് റിഫോംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. ഒപ്പം വരുന്ന മന്ത്രിമാർ തീർച്ചയായിട്ടും ഏതൊക്കെ വകുപ്പുകളാണ് മന്ത്രിമാർ കൈകാര്യം ചെയ്യാൻ പോകുന്നതും വളരെ ക്രൂഷ്യലാണ്. വളരെ കോഷ്യസ്ലി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടത്. ഒപ്പം നമ്മളൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ
കോഷ്യസ് ആയിട്ട് മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ നിക്ഷേപം നടത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതോടൊപ്പം തന്നെ നമ്മളിന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വേദാന്തയ്ക്ക് SBIയുടെ ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ട് ഡീമർജർ. SBI ആണ് മേജർ ലെൻഡർ വേദാന്തയ്ക്കായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. വേദാന്തനെ സംബന്ധിച്ച് വേദാന്ത 6 കമ്പനികളായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. 100 ഷെയർ വാങ്ങുന്ന നിക്ഷേപകർക്ക് 6 കമ്പനികളുടെ ഷെയർ കിട്ടും. ഇതെല്ലാം ലിസ്റ്റഡ് ആവുകയാണ്. പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ. KP ഗ്രീൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന് 351.35 കോടി ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. BSE SMEയിലുള്ള ഒരു സ്റ്റോക്കാണ്. നമ്മുടെ തന്നെ റെക്കമെൻഡ് സ്റ്റോക്കും കൂടിയാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുന്ന സമയത്ത് വാങ്ങാവുന്ന സ്റ്റോക്കാണ്. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. നെതർലൻഡിൽ അവരുടെ പ്ലാന്റിന് $3.6 ബില്യൺ വരെ നെതർലൻഡ് ഗവൺമെൻറ് കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ESG അലൈൻമെൻറ്റിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും പ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള പ്ലാന്റ് മോഡിഫിക്കേഷന് വേണ്ടിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. BHELന് അഡാനി പവറിൻ്റെ 3500 കോടി രൂപ ഓർഡർ ഉണ്ട്. 2 800 മെഗാവാട്ട് തെർമൽ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള ഓർഡറാണ്. UP നിന്നാണ്. BHELനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. RVNL 500 കോടി രൂപയുടെ മൾട്ടിപ്പിൾ ഓർഡേഴ്സ് വിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ടെക്കിന് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ടെസ്റ്റുകൾ നടത്താനുള്ള അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ടെസ്റ്റുകൾ നടത്താനുള്ള അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് ആപ്ടെക്കിനെ സംബന്ധിച്ച്. ഉണോമിൻ്റെ ഒരു JV ഫാം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പാസഞ്ചർ അതുപോലെ തന്നെ കമേഴ്ഷ്യൽ ഇലക്ട്രിക് വെഹിക്കിൾസിനുള്ള പാർട്സ് ഉണ്ടാക്കാനുള്ള ഒരു JVയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. നമ്മുടെ തന്നെ ഒരു ടോപ്പ് പിക്കുകളിലൊന്നാണ് ഉണോമിണ്ട. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ഉണോമിണ്ട വാങ്ങുന്നത് നന്നായിരിക്കും. ഒപ്പം നമ്മൾ ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ചന്ദ്രബാബു നായിഡു ആന്ധ്രയിൽ ഭരണത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും ഫേവറബിൾ ആയിട്ട് ഇമ്പാക്റ്റ് കിട്ടാൻ പോകുന്നത് ഹെറിറ്റേജ് ഫുഡ്സിനായിരിക്കുന്നത്. ഇന്നലെ 20% അപ്പർ സീലിംഗ് ആണ്. അതോടൊപ്പം തന്നെ പുതിയ ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പുതിയ ലഡു ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ട്രൂലി ഗുഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിലും ഹെറിറ്റേജ് ഫുഡ്സിൽ ധാരാളം ന്യൂസ് ഫ്ലോസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ലഭിക്കാൻ ചാൻസസ് ഉള്ള ഒരു സ്റ്റോക്കാണ് ഹെറിറ്റേജ് ഫുഡ്. അപ്പോൾ ഓവറോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു അപ്വേർഡ് മൂവ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം തന്നെ പുതിയ ബഡ്ജറ്റ് വരുന്നത് തീർച്ചയായിട്ടും ഘടക കക്ഷികളുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം പോപ്പുലിസം കൂടുതലുള്ള ബഡ്ജറ്റ് വരാനാണ് ചാൻസസ് കൂടുതൽ. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ മാർക്കറ്റൊക്കെ പലതരത്തിൽ റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് നമ്മൾ വളരെ സൂക്ഷ്മമായി റിസർച്ച് നടത്തിയിട്ട് വേണം ഇനി സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ടത്. കാരണം ഏത് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിലും ഇമ്പാക്റ്റ് ഇല്ലാത്ത തരത്തിലുള്ള സ്റ്റോക്കുകളിലാണ് നിക്ഷേപകർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. സൺറൈസ് സെക്ടേഴ്സിന് ഒരുപക്ഷെ വലിയ രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ഒരു കോയലേഷൻ ഗവൺമെൻറ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക. ഇനി ആരൊക്കെയാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അത്തരത്തിലുള്ള വകുപ്പുകൾ ആരൊക്കെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്ന ഇത്തരത്തിലുള്ള ഡിസിഷൻ കണ്ടതിന് ശേഷം നമുക്ക് വലിയ രീതിയിലുള്ള റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ വളരെ കോഷ്യസ് ആയിട്ട് നമ്മൾ സെലക്റ്റീവായിട്ട് നൽകുന്ന സ്റ്റോക്ക് പിക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.